മാധു, ഈ ഈ ഈ ഒരു റേസിൽ, ഈ ഒരു ഓട്ടത്തിൽ എല്ലാവരും ഒരേപോലെ അവർ ഓടുന്നുണ്ട്. ആരാണ് മുന്നിലെന്ന് ചോദിച്ചാൽ ഒരു കാതം കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പല അനുകൂല ഘടകങ്ങളുണ്ട്. അദ്ദേഹം ഒരു MLA അല്ലെങ്കിൽ പോലും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ്, ഒരു പ്രായാധിക്യമുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട്. ഒരു ഫിഗർ ഹെഡായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെക്കാൾ ശക്തനായിട്ട് ഈ പാർട്ടിയിൽ സാന്നിധ്യമുള്ളത് രാഹുൽ ഗാന്ധിക്കാണ്. അത് കെ.സി. വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി വഴിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തീരുമാനിച്ചാൽ, രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കെ.സി. വേണുഗോപാലിനെ അവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് കെ.സി. വേണുഗോപാൽ പിന്നെ മുഖ്യമന്ത്രിയാവും എന്നുള്ളതിന് സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരും കടുംപിടുത്തം പിടിച്ചു. ഒരു MP പോലും മത്സരിക്കരുത്. കെ. സുധാകരന് കലശലായ ആഗ്രഹം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് MP ആയിട്ടുള്ള ശ്രീ രാഘവൻ ഇതിന്റെ കാര്യം പുറത്ത് അദ്ദേഹം പറയുകയുണ്ടായി. കൊടിക്കുന്നിൽ സുരേഷൻ, അങ്ങനെ പല MP മാർക്കും അവർക്ക് MP ആകുന്നതിനേക്കാൾ ഇവിടെ ഒരു മന്ത്രിയായിട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം. പക്ഷെ അങ്ങനെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് കെ.സി. വേണുഗോപാൽ പറയുന്ന നിമിഷത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടും അദ്ദേഹത്തിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് തൽക്കാലം വേണ്ടതില്ല എന്നൊരു തീരുമാനം ഒരുപക്ഷെ എടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ പറയുന്ന മറ്റാരും നമ്മൾ കെ.സിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും വി.ഡി. സതീശന് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ താൻ മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ അനുകൂലികളും അനുയായികളും ഒക്കെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വീണ്ടും പ്രതിപക്ഷ നേതാവാകാനുള്ള എല്ലാ താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. അതൊരു തുടർ തോൽവി, ഒരു മൊറാൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രസ്ഥാനത്തിന് നവീകരിക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനവുമായിരുന്നു. ഇവരെല്ലാവരും എൻ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ജോർജ് പൊടിപ്പാലയോട് ഞാൻ ഡയറക്റ്റായി ആരാണ് മുന്നിലെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പേരെടുത്ത് പറയുക എന്ന് പറയുന്ന ഒരു ക്രൈമാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷെ ആരും പിന്നിലല്ല അല്ലേ മാധു? ഈ ഒരു റേസിൽ, ഈ ഒരു ഓട്ടത്തിൽ എല്ലാവരും ഒരേപോലെ അവർ ഓടുന്നുണ്ട്. ആരാണ് മുന്നിലെന്ന് ചോദിച്ചാൽ ഒരു കാതം കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പല അനുകൂല ഘടകങ്ങളുണ്ട്. അദ്ദേഹം ഒരു MLA അല്ലെങ്കിൽ പോലും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ്. രാഹുൽ ഗാന്ധി ഈ തീരുമാനം അവസാനം രാഹുൽ ഗാന്ധിയുടേതാണ്. കാരണം ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാത്രമല്ലല്ലോ, ഇവിടെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അവസാന വാക്കിപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനയിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പാക്കുന്നത്? ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ്, ഒരു പ്രായാധിക്യമുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട്. ഒരു ഫിഗർ ഹെഡായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെക്കാൾ ശക്തനായിട്ട് ഈ പാർട്ടിയിൽ സാന്നിധ്യമുള്ളത് രാഹുൽ ഗാന്ധിക്കാണ്. അത് കെ.സി. വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി വഴിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തീരുമാനിച്ചാൽ, രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കെ.സി. വേണുഗോപാലിനെ അവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് കെ.സി. വേണുഗോപാൽ പിന്നെ മുഖ്യമന്ത്രിയാവും എന്നുള്ളതിന് സംശയമില്ല. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കും? അതായത് 2001 അന്ന് A.K. ആന്റണി മുഖ്യമന്ത്രിയായി, അന്ന് KPCC പ്രസിഡന്റായിട്ട് അതേ ദിവസം K. മുരളീധരൻ ചാർജ് എടുത്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതുപോലെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ഇപ്പോഴും ഹൈക്കമാൻഡിന് കഴിയും. പിന്നീട് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കെ.സി. വേണുഗോപാൽ 2019 അദ്ദേഹം ആലപ്പുഴ ലോക്സഭയിലേക്ക് മത്സരിച്ചില്ല. 2014 വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്തിരുന്നു, അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന്. പക്ഷേ കെ.സി. വേണുഗോപാൽ അദ്ദേഹം ജയിച്ചു വരികയാണ് ചെയ്തത്. 2019 ആയപ്പോഴത്തേക്കും പക്ഷേ കെ.സി. വേണുഗോപാൽ ഇതേ കാരണം പറഞ്ഞു, സംഘടനാ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് അദ്ദേഹം മത്സരിക്കാതിരുന്നു. പിന്നീട് 2020 അദ്ദേഹം രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ആ സീറ്റ് പിന്നീട് അദ്ദേഹം രാജിവെക്കുക വഴി, അതായത് അദ്ദേഹം 2024 ലോക്സഭയിലേക്ക് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തപ്പോൾ ആ സീറ്റ് BJPക്ക് കിട്ടുകയുണ്ടായി. ഇവിടെ CPM അത് വലിയൊരു ചർച്ചാ വിഷയമാക്കുകയും തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയും സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്ലേ? അത് കെ.സി. വേണുഗോപാലല്ലേ ദേശീയ രാഷ്ട്രീയത്തിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രാധാന്യമടക്കം നേരത്തെ തിരിച്ചറിയേണ്ടത്? ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞാണ്. അത് കേരളത്തിൽ പോലും അത് വിഷയമായെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 2020 രാജ്യസഭ MP ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിന് അദ്ദേഹം 2026 വരെ 6 വർഷമാണ് രാജ്യസഭാ ടേം. 2026 വരെ അദ്ദേഹത്തിന് ആ ടേം നിലനിൽക്കുമ്പോൾ അദ്ദേഹം 2024 അതേ പൊസിഷനിൽ, അതായത് 2019 സംഘടനാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ കെ.സി. വേണുഗോപാൽ അതേ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ 2024 മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച് MP ആവുന്നു.
വീണ്ടും 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു MLA രാജിവെപ്പിച്ച്, ഇരിക്കൂറുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ആസനം ആകുന്ന ആ ഘട്ടത്തിലേക്ക് ഒക്കെ തള്ളിവിട്ടാൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകില്ലേ? ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ VD സതീശനാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരും കടുംപിടുത്തം പിടിച്ചു. ഒരു MP പോലും മത്സരിക്കരുത്. കെ സുധാകരന് കലശലായ ആഗ്രഹം ഉണ്ടായിരുന്നു, അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് MP ആയിട്ടുള്ള ശ്രീ രാഘവൻ ഇതിന്റെ കാര്യം പുറത്ത് അദ്ദേഹം പറയുകയുണ്ടായി. കൊടിക്കുന്നിൽ സുരേഷൻ, അങ്ങനെ പല MP-മാർക്കും അവർക്ക് MP ആകുന്നതിനേക്കാൾ ഇവിടെ ഒരു മന്ത്രിയായിട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അവർക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയും അതിനേക്കാൾ ഉപരി VD സതീശനും എന്തുകൊണ്ടാണ് അത് തകർത്തത് അല്ലെങ്കിൽ അതിന് എതിരായിട്ട് നിന്നത്? അവർക്കറിയാം ഒരു MP മത്സരിച്ചാൽ അതേ ഒരു ഇത് ഉപയോഗിച്ച്, ഓപ്പണിംഗ് ഉപയോഗിച്ച് KC വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയാകുമെന്ന്. അപ്പോൾ സതീശനും രമേശ് ചെന്നിത്തല അത് തടയാൻ നോക്കിയിട്ടുണ്ട്. അത് KC വേണുഗോപാലിനെ അറിയുകയും ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഈ പന്ത് എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. അപ്പോൾ ഹൈക്കമാൻഡ് നിശ്ചയിച്ചാൽ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ KC വേണുഗോപാൽ ആകും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ KC വേണുഗോപാലിന്റെ കൂടെയാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2021 ഇവിടെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ ഒരു കാര്യം കൂടി പറയണം. 2021 എങ്ങനെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്? 2021 ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കൂടെ കൂടിയപ്പോൾ ഐ ഗ്രൂപ്പും കൂടെ കൂടിയപ്പോൾ അവർക്കായിരുന്നു ബഹുഭൂരിപക്ഷം MLA-മാർ. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ച് ഇവിടെ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. സതീശൻ വിചാരിച്ചത് അവരെല്ലാവരും സതീശന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ അല്ല, ഇപ്പോൾ അതേ ആൾക്കാർ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടിയാണ് കൈവെക്കുന്നത്. എവിടെയാണോ അധികാരമുള്ളത് അവിടെയാണ് ഇപ്പൊ MLA-മാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് KC വേണുഗോപാൽ ഇതിന്റെ മുന്നിലാണ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ അവതരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ കോൺഗ്രസിന് വലുതായിരിക്കും. അവർ വലിയ വില കൊടുക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസിന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അത് സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രി റേസിനൊരു ആക്കം കൂട്ടിയോ? അതുകൊണ്ടാണ് MP-മാരെല്ലാവരും മത്സരിക്കണമെന്നൊരു അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അത് തിരുത്തപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ പട്ടിക, അതായത് പ്രതിപക്ഷ നേതാവിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക അപ്പാടെ തിരുത്തപ്പെടാനുള്ളൊരു കാരണവും ജയിച്ചേക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണോ? അല്ല, ഈ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലെ പട്ടിക അപ്പാടെ തിരുത്തപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പല മാറ്റങ്ങളുണ്ടായി. അത് കോൺഗ്രസ് ഇത്തവണ ഓരോ ജില്ലകളെ ഓരോ യൂണിറ്റുകളായിട്ട് എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ സാമുദായിക സമവാക്യം പാലിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ ആരോ പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസ് ഇത്തവണയും തിണ്ണ നിരങ്ങി അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുടെയൊക്കെ അഭിപ്രായം ചോദിച്ചെന്നൊക്കെ. കോൺഗ്രസിന് അങ്ങനെ പറ്റുകയുള്ളൂ. ഇപ്പോൾ CPM-ന് ഇവിടെ 20 മന്ത്രിമാരിൽ 10 നായന്മാരെ മന്ത്രിമാരാക്കാം. ആരും ചോദിക്കില്ല, ആരും പറയില്ല. അത് എനിക്ക് തോന്നുന്നു മറ്റാരോ പറഞ്ഞു, തല ഇഴവ ഉടൽ നായർ എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു ആള് അതിനെക്കുറിച്ച് കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ CPM-ന് അങ്ങനെയൊക്കെ ആകാം. പക്ഷേ കോൺഗ്രസിന് ഇവിടെ പലരെയും പ്രീണിപ്പിക്കണം. പലരെയും എന്നല്ല, എല്ലാവരെയും ഒരുപോലെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാറുള്ളൂ. അങ്ങനെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ BJP ഒരു വശത്ത് നിൽക്കുമ്പോൾ അത് അങ്ങനെ അല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല എന്നുള്ള നമ്മൾ ഈ കോൺഗ്രസിനെ കുറിച്ച് ആ തരത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് CPM-മായി ഒരു താരതമ്യം എന്ന് പറയുന്നത് എത്ര പോസിബിൾ ആണ്? കാരണം ഈ തീരുമാനത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സാമുദായിക സമ്മർദ്ദമോ അത് സംബന്ധിച്ചൊരു വാർത്തയോ ഒരാൾക്ക് ഉന്നയിക്കാൻ സാധിച്ചിരുന്നോ? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ VD സതീശനെ നായർ സർവീസ് സൊസൈറ്റിയിലോ വെള്ളാപ്പള്ളിയുടെ വീട്ടിലോ കയറ്റാൻ അവർക്ക് പ്രശ്നമുണ്ട്. ഇപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായർ പറഞ്ഞത് കഴിഞ്ഞ ഇലക്ഷന് 2021 ഇലക്ഷന് NSSന്റെ താലൂക്ക് യൂണിയന്റെ സഹായം ചോദിച്ച VD സതീശൻ അതിനുശേഷം തള്ളി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ആയപ്പോൾ പറഞ്ഞു, ഞാൻ ഒരാളുടെ തിണ്ണ നിരക്കാൻ പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് അദ്ദേഹം അദ്ദേഹത്തിന് നിലപാട് മാറ്റിയത് സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളാപ്പള്ളി നടേശന് പണ്ട് തൊട്ടേ VD സതീശനുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. VD സതീശൻ പാലാ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാനൊക്കെ നോക്കി. അങ്ങനെ ക്രൈസ്തവ സഭയുമായിട്ട് കുറേയൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു തീർത്തിട്ടുണ്ട്. തൃശ്ശൂരെ ആർച്ച് ബിഷപ്പ് ഒഴിച്ച് എല്ലാവരും അദ്ദേഹത്തിന് ഓഡിയൻസ് കൊടുത്തിട്ടുമുണ്ട്. മുസ്ലിം സംഘടനകളുമായിട്ട് അദ്ദേഹത്തിനുള്ള പ്രത്യേക ബന്ധം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്തത്, അതുകൊണ്ട് മുസ്ലിം സംഘടനകളിൽ അദ്ദേഹത്തിന് ഒരു എതിർപ്പുമില്ല. പിന്നെ അദ്ദേഹം പണ്ട് VS അച്യുതാനന്ദൻ ചെയ്ത അതേ കാര്യമാണ് ചെയ്യുന്നത്. പിണറായിക്ക് പാർട്ടിയിൽ കമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്യുതാനന്ദൻ എന്താണ് ചെയ്തത്? അദ്ദേഹം പാർട്ടിയുടെ പുറത്ത് ബേസ് ഉണ്ടാക്കി. ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് MLA-മാരില്ലെങ്കിൽ എന്താണ്, അണികളുടെ പിന്തുണ അദ്ദേഹം ആർജിക്കുകയാണ്. കോൺഗ്രസിന് പുറത്തുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ
പിന്തുണ അദ്ദേഹം ആർജിക്കുകയാണ്. കൂടെ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർ പറയുന്നു അദ്ദേഹം സാമുദായിക നേതാക്കളെ കണ്ടെത്തേണ്ട നിരക്കുന്നില്ല. അതിന് മറുവശമുണ്ട്. ആ മറുവശമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ NSS ഉം SNDP അടുപ്പിക്കുന്നില്ല എന്ന്. ആ ഒരു പോയിന്റ് കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്.